കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു രണ്ടംഗ ബെഞ്ച് നടത്തിയൊരു നിരീക്ഷണമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ അത് വന്നിട്ടില്ല. ഒരു സിനിമയുടെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട ഒരു ഹിന്ദി സിനിമ, മനോജ് വാജ്പേയിയുടെ ഒരു സിനിമ. അതിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ഗൂസ്കോർ പണ്ഡറ്റ് എന്നാണ്. ഗൂസ്കോർ പണ്ഡറ്റ്. ഇവിടെ ഹിന്ദി അറിയാവുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലേ? എന്താ ഗൂസ്കോർ പണ്ഡറ്റിന്റെ അർത്ഥം? ഒരുപാട് ഹിന്ദി പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അംഗീകരിച്ച് നടക്കാനുള്ളത്. ഗൂസ്കോർ പണ്ഡറ്റ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരാൾ ഇത് തമിഴ്നാടാണോ ഹിന്ദി കൊടുത്താൽ മാത്രം? ഗൂസ്കോർ പണ്ഡിറ്റ് എന്ന് പറഞ്ഞാല് ഒരു ലോക്കൽ കൊളോക്കിയൽ ഭാഷ. ഗൂസ്കോർ എന്ന് പറഞ്ഞാല് മോഷ്ടാവ്, കൈക്കൂലിക്കാരൻ. ഗൂസ്കോർ. പണ്ഡിറ്റ് എന്ന് പറയുന്നത് പണ്ഡിറ്റിന്റെ വേറൊരു കൊളോക്കിയൽ ഭാഷയാണ്. അപ്പോൾ നമ്മുടെ കള്ളൻ പവിത്രൻ എന്നൊക്കെ പറയുന്നത് പോലെ കള്ളൻ പണ്ഡിറ്റ് എന്ന് വേണം വിചാരിക്കാം. ഒരു വിഭാഗം സുപ്രീം കോടതിയിൽ പോയി. ഈ തലക്കെട്ട് എന്ന് പറയുന്നത് ബ്രാഹ്മണ വിഭാഗത്തിനെതിരാണ്. ബ്രാഹ്മണരെ അപമാനിക്കുന്ന ഒരു തലക്കെട്ടാണ്. ഈ തലക്കെട്ട് മാറ്റം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അത് കുറിച്ചു വെച്ചു. എന്താണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്? സുപ്രീം കോടതി വളരെ കൂലങ്കഷമായിട്ട് ആ ഒരു കേസ് കേട്ടു. അത് കഴിഞ്ഞ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന ഒരു വ്യക്തി ഉൾപ്പെടെയുള്ള രണ്ടംഗ ബെഞ്ച് നടത്തിയ നിരീക്ഷണത്തിന്റെ ഓപ്പറേറ്റീവ് പോർഷൻ. Why should you denigrate a section of society? സമൂഹത്തിന്റെ ഒരു വിഭാഗത്തെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അവഹേളിക്കുന്നത്? This is against morality and public order. ധാർമ്മികതയ്ക്കും പൊതുക്രമത്തിനും എതിരാണ്. We will not allow you to retain this title. സുപ്രീം കോടതിയുടെ നിരീക്ഷണം. തൊട്ടിപ്പുറത്ത് കേരളം എന്നുള്ള ഒരു സംസ്ഥാനത്തെ പരിപൂർണമായി അവഗണിച്ചുകൊണ്ട് ഫിക്ഷൻ അല്ല യാഥാർത്ഥ്യമാണെന്നുള്ള രീതിയിൽ സെൻസർ ബോർഡ് ക്ലിയർ ചെയ്ത ഒരു സിനിമ കേരള സ്റ്റോറി 2. നോക്കുക എങ്ങനെയാണ് ഇന്ത്യയുടെ മീഡിയ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ആ വിപുലമായിട്ടുള്ള ഫ്രെയിമിന്റെ ഒരു സ്വഭാവമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരു സംസ്ഥാനത്തെയും ഒരു ജനവിഭാഗത്തെയും, വേണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിം വിഭാഗത്തെ ഡീമോണൈസ് ചെയ്യുന്ന, ഒരു സംസ്ഥാനത്തെ ടാർണിഷ് ചെയ്യുന്ന, ഒരു സൊസൈറ്റിയെ മലയം ചെയ്യുന്ന ഒരു സിനിമ സ്വച്ഛന്തമായി എല്ലാ കടമ്പകളും കടന്ന് മുമ്പോട്ട് പോകുന്നു. ഒരു സിനിമയുടെ ടൈറ്റിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്, അതും അതിന്റെ ഉള്ളടക്കവുമായിട്ട് യാതൊരു ബന്ധമില്ല, ഒരു ടൈറ്റിലാണെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് സുപ്രീം കോടതി പ്രതികരിക്കുന്നത്? ഒരു പക്ഷേ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് കൂടി നോക്കുക. അധ്യക്ഷൻ വന്നു. അധ്യക്ഷനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മുമ്പൊക്കെ നമ്മളൊക്കെ ഒരു മാധ്യമ പ്രവർത്തകനാകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഫാക്ട്സിന് തുല്യമായിട്ടാണ് ജേർണലിസ്റ്റിനെ കണ്ടിരുന്നത്. ഫാക്ട്സ് ഈസ് ഈക്വൽ ടു മീഡിയ. വസ്തുതയാണ് ശശി, അങ്ങനെയല്ലേ? ഫാക്ട്സ് ഈസ് ഈക്വൽ ടു ജേർണലിസം. കുറച്ചു കഴിഞ്ഞപ്പോൾ ജേർണലിസ്റ്റിൽ ഫാക്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള സംഭവം വന്നു. ഫാക്ട്സും ഫിക്ഷനും തമ്മിലുള്ള ഒരു സംഘർഷം ജേർണലിസ്റ്റിനുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി. ഇപ്പോൾ ഫാക്ട്സും ജേർണലിസവും ശത്രുക്കളാണെന്നുള്ള ഒരു പ്രതീതി നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടു. നോക്കുക എങ്ങനെയാണ് ഈ ജേർണലിസത്തിന്റെ ഒരു എവല്യൂഷൻ നോക്കുക. ഒരു ഘട്ടത്തിൽ ഫാക്ട്സ് വാസ് ഈക്വൽ ടു ജേർണലിസം. രണ്ടാമത്തെ ഘട്ടത്തിൽ ഇറ്റ് വാസ് എ ബ്ലെൻഡ് ഓഫ് ഫിക്ഷൻ ആൻഡ് ഫാക്ട്സ്. നൗ ഫാക്ട്സ് വേഴ്സസ് ജേർണലിസം. ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിൻ സ്ട്രീം ജേർണലിസം. ഈ മേഖലയുടെ ഒരു പരിണാമത്തെ കുറിച്ച് ഒരുപക്ഷെ ഈ ഒരു 3 ഇതളുകൾ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാൻ.